ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ജേണി ഓഫ് സുനിതയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എൻ്റെ വീട്ടിലുള്ള കുറച്ച് ഔഷധ ചെടികളെ പരിചയപ്പെടാം. മിക്കവാറും എല്ലാ വീടുകളിലും ഉള്ള ചെടികളായിരിക്കും. എന്നാലും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇതാണ് ആടലോടകം. ആയുർവേദത്തിൽ ഇതിന് വാസ എന്നും പേരുണ്ട്. ഇത് പണ്ട് മുതലേ നമ്മുടെ വീട്ടിൽ ഉള്ള ഒരു ചെടിയാണ്. കഫക്കെട്ട് മാറുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരു ചെടിയാണിത്. നമ്മളിതിവിടെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല പറിച്ച് ഉണക്കി പൊടിച്ച് കരിപ്പൊടിയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കും. ചുമ മാറുന്നതിന് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു ഔഷധ ചെടിയാണ് ആടലോടകം. മിക്കവാറും എല്ലായിടത്തും റോഡ് സൈഡിലൊക്കെ ഇത് നിൽക്കുന്ന കാണാം. പിന്നെ ചിലയിടങ്ങളിലൊക്കെ ഇതിൻ്റെ ഇല ചതച്ച് പിഴിഞ്ഞ് നീരും എടുത്ത് കഴിക്കാറുണ്ടെന്ന് തോന്നുന്നു. നമ്മളതങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഇതിൻ്റെ തണ്ട് അഥവാ സ്റ്റെമ്മ് നട്ടാണ് കിളിപ്പിക്കുന്നത്. പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാരൊക്കെ ഇവിടെ ഇത് ചോദിച്ച് വരാറുണ്ട്. കാരണം പണ്ട് തൊട്ടേ ഇവിടെ ഉള്ളതാണ് ഈ ചെടി. അമ്മുമ്മ ഇവിടെ കൊണ്ട് നട്ട് വളർത്തി. അങ്ങനെ പണ്ട് തൊട്ടേ ഇവിടെ ഉള്ളതാണ്. അപ്പം ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ആടലോടകത്തിൻ്റെ ഇല ചോദിച്ച് വരുന്നവർക്ക് നമ്മളതിൻ്റെ കമ്പ് ഒടിച്ച് കൊടുക്കാറുണ്ട്, കൊണ്ടുവന്ന് നട്ട് കിളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ വളർന്ന് സ്റ്റെമ്മിന് കുറച്ച് നീളം വെച്ച് കഴിയുമ്പോൾ നമ്മളിത് വെട്ടിക്കളയും. അപ്പോൾ അത് വീണ്ടും നല്ല ബുഷിയായിട്ട് ഇതേപോലെ കിളിച്ച് കയറി വരും. ഇതാണ് കുടുക്കമൂലി. വിഷത്തിനെതിരെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണിത്. കന്നുകാലികളുടെയൊക്കെ വയറ്റിൽ പുഴുവോ അല്ലെങ്കിൽ അവയ്ക്ക് ചീനിക്കെട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ ഇല അരച്ച് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ തേള് പഴുതാരയൊക്കെ കടിച്ചാൽ ഇതിൻ്റെ ഇല നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് വേരിൽ നിന്നാണ് പൊട്ടി വളരുന്നത്. ഇതും പണ്ട് മുതലേ ഇവിടെ ഉള്ള ഒരു ചെടിയാണ്. ഇടയ്ക്കിത് എങ്ങനെയോ പോയി. പിന്നെ ഞാൻ ഒരു വിധത്തിൽ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് നട്ട് വളർത്തി വെച്ചേക്കാണ്. ഇതിൻ്റെ ഇലയ്ക്ക് ഇവിടെ ആവശ്യക്കാരൊക്കെ വരാറുണ്ട്. ഈ ചെടിയുടെ ഇലയിൽ ഒരു കറുത്ത പുഴു ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇല പറിക്കാൻ ചെല്ലുമ്പം വളരെയേറെ സൂക്ഷിക്കണം. വലിയ പുഴുവാണ്. ഇത് ഞാൻ പറയണ്ടല്ലോ, കറ്റാർവാഴയാണ്. വേനലായതോടെയാണ് ഇതിൻ്റെ ഇലയ്ക്ക് ഇങ്ങനെ ഒരു കളർ വ്യത്യാസം വന്നത്. നല്ല പച്ച നിറമുള്ള ഇലയായിരുന്നു നമ്മുടെ വീട്ടിലുള്ളത്. ഇതിന് പല വെറൈറ്റീസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. നമ്മൾ ഒരു തൈ കൊണ്ട് നട്ടതാണ്. അത് പിന്നെ പൊട്ടിമുളച്ച് ഒരുപാട് തൈയായി. അതിനെ ഇങ്ങനെ റീപ്ലാന്റ് ചെയ്ത് ഇപ്പോൾ ടെറസ് നിറച്ച് കറ്റാർവാഴയാണ്. ഒരുപാട് ചെടിയായപ്പോഴത്തേക്ക് നമുക്ക് ഗ്രോ ബാഗ് തികയാതെ വന്ന്. അപ്പോൾ നമ്മളത് ചാക്കുകളിലേക്ക് മാറ്റി. 2-3 വർഷമായി. അതുകൊണ്ടാണ് ആ ചാക്കൊക്കെ ഇങ്ങനെ നശിച്ചിരിക്കുന്നത്. ഈ കറ്റാർവാഴ ഇവിടെ മിക്കവാറും ഉള്ളതെല്ലാം പൂക്കാറുണ്ട്. ഈ കഴിഞ്ഞ തവണ ഇവിടെ കറ്റാർവാഴ പൂത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറിയ രീതിയിൽ സോപ്പ് നിർമ്മാണത്തിൻ്റെ ഒരു സംരംഭമുണ്ട്. കുടുംബശ്രീ സംരംഭമാണ്. സോപ്പ് നിർമ്മിക്കാൻ വേണ്ടി ഞാൻ ഈ കറ്റാർവാഴ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ കറ്റാർവാഴയുടെ ഇലയിൽ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ ഒരു മഞ്ഞ കളർ ലിക്വിഡ് വരും. നമ്മളൊരു അരമണിക്കൂറൊക്കെ ആ ഇല കട്ട് ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുമ്പോൾ ആ ലിക്വിഡ് അങ്ങ് പോകും. അതിനുശേഷം മാത്രമേ നമ്മൾ ആ കറ്റാർവാഴ ഇല ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ പലർക്കും അത് ചൊറിച്ചിലും അങ്ങനെ അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊരു കറയാണത്. ഇത് പനിക്കൂർക്ക. മിക്കവാറും എല്ലാ വീടുകളിലും ഉള്ളൊരു ഔഷധ ചെടിയാണ് പനിക്കൂർക്ക. കഫക്കെട്ടൊക്കെ മാറാനുള്ള ഏറ്റവും നല്ലൊരു മരുന്നാണ് പനിക്കൂർക്ക. ഇതിൻ്റെ ഇല ചതച്ച് പിഴിഞ്ഞ് നീര് കുടിക്കുന്നത് കഫക്കെട്ട് മാറാൻ വളരെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഇതിൻ്റെ ഇലയ്ക്കൊരു പ്രത്യേക മണമുണ്ട്. എനിക്കിത് വളരെ ഇഷ്ടമാണ്. അതേപോലെ ഈ പനിക്കൂർക്കയുടെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാനും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ചെയ്തിട്ടില്ല. ഇതാണ് ചിത്തരത്ത. ഇത് ചിറ്റമൃതാണെന്ന് പറഞ്ഞ് എനിക്കൊരു സുഹൃത്ത് തന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് നാട്ടിൽ പലർക്കും ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് ഇത് ചിത്തരത്തയാണെന്ന്. നമ്മൾ ഈ ഔഷധ ചെടികളൊക്കെ മറ്റുള്ളവർക്കൂടെ കൊടുക്കാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ ഇത് നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് നശിച്ചു പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരിടത്ത് തൊട്ടടുത്ത് തന്നെ കാണുമല്ലോ. മിക്കവാറും ഔഷധ ചെടികളൊക്കെ പെട്ടെന്നൊന്നും അവൈലബിൾ ആകാറും ഇല്ല. അതുകൊണ്ട് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഇതിൻ്റെ ഇലയ്ക്ക് ഒരു പ്രത്യേക മണമുണ്ട്. അതേപോലെ തന്നെ ഈ ചിത്തരത്തിൻ്റെ ഇലയിട്ട് ആവി പിടിക്കുന്നത് ജലദോഷം മാറാൻ വളരെയേറെ നല്ലതാണ്. ഇത് തുളസിച്ചെടി പ്രത്യേകം പറയണ്ടല്ലോ, എല്ലാ വീടുകളിലും സർവ്വസാധാരണയായിട്ട് കാണുന്നൊരു ചെടിയാണ്. നമ്മളിതിവിടെ മാല കെട്ടാനും അമ്പലത്തിൽ കൊടുക്കാനും വേണ്ടിയിട്ടാണ് വളർത്തുന്നത്. പിന്നെ ജലദോഷമൊക്കെ വരുമ്പോൾ ആവി പിടിക്കാൻ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തുളസിയിലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കഥയിലെ മെയിൻ താരം, കേശവർദ്ധിനി ചെടി.
ഇത് ഞാൻ ഫീൽഡിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഒരു വീട്ടിൽ നിന്ന് സംഘടിപ്പിച്ചതാണ്. ഇതിൻ്റെ പൂവിൻ്റെ ഭംഗി കണ്ടിട്ട് കൊണ്ട് നട്ടതാണ്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഈ ചെടി കേശവർധിനിയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു മുറ്റം വൃത്തിയാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് എല്ലാവരും പറഞ്ഞു ഇത് ഈ ചെടിയാണ്, മുടി വളരാൻ നല്ലതാണെന്നൊക്കെ അറിഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ അതേക്കുറിച്ച് കൂടുതലൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. അതിൽ നിന്ന് ഇത് വളരെയേറെ ഔഷധമൂല്യമുള്ള, പ്രത്യേകിച്ച് മുടിയൊക്കെ വളരാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചെടിയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ മുറ്റം വൃത്തിയാക്കുന്ന വീഡിയോയിൽ ഞാൻ ഈ ചെടി കാണിച്ചില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെ മൂല്യം അറിയാതെ ഞാനിത് വെട്ടി നശിപ്പിച്ച് കളഞ്ഞേനെയായിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാനുമായിട്ട് പേഴ്സണൽ കോണ്ടാക്റ്റ് ഉള്ള കുറേ പേര് എന്നെ വിളിച്ചു ഈ ചെടിയുടെ ഒരു തൈ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, എനിക്ക് മാത്രമേ ഈ ചെടിയെ അറിയാതുള്ളൂ, ബാക്കി എല്ലാവർക്കും ഈ ചെടി അറിയായിരുന്നു. അതേപോലെ മിക്കവരും ഈ ചെടി തിരക്കി നടക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ വിത്ത് ഒരുപാടുണ്ട്. അപ്പോൾ ആ വിത്തിട്ട് കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനാണ് ഇനി എൻ്റെ പ്ലാന്. ഇതൊക്കെ മിക്കവാറും എല്ലാവരുടെയും വീടുകളിലുള്ള ചെടികളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ.